നിങ്ങൾ കിഴൂർ പൂരത്തിന് പോയിട്ടുണ്ടോ? ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാട്ടോ. ലോറി വരുന്നുണ്ട് കുറച്ച്. ഇന്ന് നമ്മൾ കിഴൂർ പൂരത്തിന് പോകാൻ അപ്പോൾ ഒരുപാട് ആനകളൊക്കെ വരുന്ന ഒരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടില്ല, ഇപ്രാവശ്യം എന്തായാലും പോയൊക്കെ വെച്ചിട്ടാട്ടോ. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ്. ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വെള്ളിയാങ്കല്ലാണ്. നല്ലൊരു അടിപൊളി ലൊക്കേഷനിലാണ്. നോക്കി, ഞാനിപ്പോൾ നിൽക്കുന്നത് കരുവാൻപടിയാണ് കേട്ടോ. ഇത് എൻ്റെ നാടാണ്. ഇവിടെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആനൊന്നും വരാറില്ല, പക്ഷെ ഒരുപാട് ജനങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുകയാണെങ്കിൽ അന്നൊരു ചെറിയ വ്ളോഗ് പോലെ ചെയ്യാം. ഓക്കെ, എന്തായാലും നമുക്ക് ഇവിടുന്ന് പോവാം. നമ്മളിത് ഇവിടെ പെരുമ്പിലാവ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 8 കിലോമീറ്റർ അത്രേ ഉള്ളൂ കിഴൂർക്ക്. സോ എന്തായാലും നമുക്ക് നേരെ പോയേക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ എത്തിയ കാരണം ആനകളൊന്നും ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കണ്. നോക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മളവിടെ എത്തുന്നുള്ളൂ കേട്ടോ. എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ആനകൾ കാണൽ തുടങ്ങി. ഇത് ഒരു ആനത പോകുന്നു. ഇപ്പോൾ ഇനി ഇവിടുന്ന് ഇനി അധികം ഇല്ല, ഇനി ഒരു 3 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ. ഓക്കെ, നമ്മളിത് ഇവിടെ സ്പോട്ടിലെത്തിട്ടോ. ഇവിടെ മീൻ എടുക്കണമൊക്കെ. ഓരോ ലൊക്കേഷനും അത്ര ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ടോ. ഞാൻ അത്രയും എന്താ വെച്ചാൽ ഞാൻ ഓരോ സ്ഥലം കണ്ടോ അടിപൊളി ലൊക്കേഷൻ. ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഇപ്പോൾ ഇത് നോക്കിയേ. ഞാൻ എന്താ പറഞ്ഞൊക്കെ ഇവിടെ തെറ്റിപ്പോയി. എന്തായാലും നമുക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയക്ക് പോവാം. അവിടെയാണ് ആനകൾക്ക് വന്നിറങ്ങുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇവിടുത്തെ ഓരോ ഫ്രെയിമും അടിപൊളിയാണെന്ന്. ഞങ്ങളിതിപ്പോൾ അമ്പലത്തിൻ്റെ അവിടെയാണ് കേട്ടോ. ഇവിടെ ആനകളൊന്നും ഫസ്റ്റ് ഇവിടെ ആയിരിക്കില്ല, മറ്റേ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് നിന്നാൽ മതി. അവിടെ നിന്ന് കാണുമെന്നാണ് ഇവിടുത്തെ ചേട്ടന്മാർ പറഞ്ഞത്. നമ്മൾ കറക്റ്റ് ടൈമിൽ കേട്ടോ ഒരു ആനത് ഇവിടെ ഇറങ്ങുന്നു. അമ്പലത്തിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൊണ്ട് പോകുന്നതാണ്. അപ്പോഴാണ് കണ്ടത്.